പേര് എന്നിട്ടോ ആടി വരും. ഇന്നടിച്ച് തകർക്കും നമ്മള്. ഇന്നടിച്ച് തകർക്കും. അയ്യടാ ഉണ്ടാക്കുന്ന പറയും. അങ്ങനെ ആകുമ്പോ പിന്നെ പ്രശ്നമില്ല. നിങ്ങള് ഇങ്ങനത്തെ പണിയൊക്കെ നേരെ വൈകിട്ടല്ല ആൾക്കാർ വരല്. ഏടോ പണി കഴിഞ്ഞ് വരുമ്പോ കേറിയിട്ട് ചെയ്താ ചോറൊന്നും. ചോറില്ല, ചോറവിടെ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരാം. എന്താ കറി? എന്താ കറിയാ? കറി ചിക്കൻ കറി. ചിക്കൻ കറിയാ? ചക്കക്കൊരു ഉപ്പേരി. അതെയോ? അത് അയ്യണ സാധനം വേണ്ടടാ. എന്റെ അടുത്തുണ്ടോ? ഓ കുളിക്കാന് അറിയുന്നില്ല. റെഡി ആയോ? കാര്യായിട്ട് കുറച്ചല്ലേ ഉള്ളൂ, കൊറേ ഒന്നും വേണ്ടല്ലോ. ഈ ഉണ്ടല്ലോ ആർക്കേരിയിലെ ചുമര് കുറച്ചേ ഉള്ളൂ. കുറച്ച് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. മൂപ്പര് ഇനി വന്നാലും ഇങ്ങനെ അല്ല വിളിച്ചറിയാ ഈ വന്നു പോയതാണ്. ആങ്ങളൊരാള് വരുന്നോണ്ട് പൊടിയും ഹോസ്പിറ്റലൊക്കെ വരുന്നതാണ്. ഉമ്മ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആക്കിട്ട് വരുന്നതാണെന്ന് പറഞ്ഞാൽ എന്തേ പറയാ. ആങ്ങളെന്റെ മേലിട. ഓ മറ്റേ ഇട്ട് തിന്നോണ്ടിയാ? എന്ത് മറ്റേ നൈറ്റ് ഡ്രസ് ഉള്ളിലിട്ടത്? ഈ പച്ചാ പകലോ? അതിട്ട് കാണുമ്പോഴല്ലേ ഒരു സുഖം. ഇന്ത്യയിൽ ചോദ്യപേപ്പർ ചോർച്ച എന്നത് ഒരു പുതിയ കാര്യമാണ് സുജയ പാർവതി. എന്റെ മുന്നിലുള്ള കണക്ക് രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യപേപ്പർ 2013 ചോർന്നു. കോൺഗ്രസ് UPA കാലത്താണ്. ഹരിയാനയിലെ ബോർഡിന്റെ ചോദ്യപേപ്പർ ചോർന്നു കോൺഗ്രസിന്റെ കാലത്ത്. കർണാടകയിലെ ബോർഡ് എക്സാമിന്റെ ചോദ്യപേപ്പർ 15 ചോർന്നു, കോൺഗ്രസ് ആണ്. CBSE 2014 UPA സർക്കാരിന്റെ കാലത്ത് ചോർന്നു. എയിംസ് 2012 ചോർന്നു. കേരളത്തിൽ SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ആര് ഭരിക്കുമ്പോഴാണ്? UDF ഭരിക്കുമ്പോൾ. അത് CBI ആണ് അന്വേഷിച്ചത്. കുറ്റപത്രം നമ്മളുടെ മുന്നിലുണ്ട്. പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥരും സ്വകാര്യ ബസ്സുകളും തമ്മിലുള്ള അൺഹോളി നെക്സസിനെ പറ്റിയാണ് അന്ന് CBI കൊടുത്ത അന്തിമ കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതികളുണ്ടല്ലോ, ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രതികളെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർത്തുന്നതും അത് വിൽക്കുന്നതും ഒക്കെ വലിയ ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. ആ നെറ്റ്വർക്കിനെ പൊളിക്കണം. ഇന്ത്യയിൽ പബ്ലിക് എക്സാം പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 കൊണ്ടുവന്നിട്ടുണ്ട് ഈ സർക്കാർ. 10 വർഷത്തെ ജീവപര്യന്തം 10 വർഷം തൊട്ട് ശിക്ഷയും 10 ലക്ഷം രൂപ പിഴയുമാണ് അതിൽ നൽകാവുന്ന പരമാവധി ശിക്ഷ. ഈ രാജ്യത്ത് നിയമമുണ്ട്. ഉത്തർപ്രദേശിൽ നിയമമുണ്ട്. 1 കോടി രൂപയാണ് പിഴ, ജീവപര്യന്തം തടവ്. ഗുജറാത്തിൽ നിയമമുണ്ട്. 10 വർഷത്തെ തടവും 10 ലക്ഷം 1 കോടി രൂപ പിഴയുമാണ്. ഉത്തരാഖണ്ഡിലുണ്ട്, പഞ്ചാബിലുണ്ട്, നിരവധി സംസ്ഥാനങ്ങളിലുണ്ട് ഈ പറയുന്ന പരീക്ഷാ ചോദ്യപേപ്പർ ഈ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമം. അങ്ങനെ നിയമനിർമ്മാണം നടത്തിയ രാജ്യമാണ്. ദേശീയ തലത്തിലുള്ള നിയമമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് നിയമമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒന്നും അഭാവമല്ല. ചില കക്ഷികൾ, ചില കേന്ദ്രങ്ങൾ ബോധപൂർവ്വം ഈ ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാനുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഏജൻസികൾ ഈ കോച്ചിങ് സെന്ററുകൾ തന്നെയാണ്. ആ കോച്ചിങ് സെന്ററുകളുടെ സമ്മർദ്ദമാണ് കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. അത് നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കോച്ചിങ് സെന്ററുകൾ എന്ന് പറയുന്ന വലിയ മാഫിയ കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാക്കുന്ന മാതാപിതാക്കൾ, അതിനുവേണ്ടി വലിയ തോതിൽ സാമ്പത്തിക സമാഹരണം നടത്തുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എത്ര മറച്ചു വെച്ചാലും നമുക്ക് അതൊന്നും കണ്ടിൽ നടിക്കാൻ കഴിയില്ല സുജയ പാർവതി. ഈ ഘട്ടത്തിൽ ഞാൻ പ്രാഥമികമായി ഇത്രയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.